വണ്ടിപ്പെരിയാർ ടൗണിലൂടെ ചുറ്റിക്കറങ്ങുന്ന മാനസിക വൈകല്യമുള്ള വ്യക്തി വ്യാപാരികൾക്കും നാട്ടുകാർക്കും തലവേദനയാകുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും വഴിയിൽ പോകുന്ന ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമാണ് ഇയാൾ. ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഇയാളെ ഇവിടെ നിന്നും മാറ്റണമെന്ന് നാട്ടുകാർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് வண்டிப்பெரியாரில் கவர்ச்சிகரமான விஷயம் வண்டிப்பெரியார் பாலம். அதை விட கவர்ச்சிகரமான ஒன்று வரப்போறே நம்ம ஈஸி ஸ்டோர். കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വണ്ടിപ്പെരിയാർ ടൗൺ കേന്ദ്രീകരിച്ച് ചുറ്റിക്കറങ്ങുന്ന മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരൻ നാട്ടുകാർക്കും വ്യാപാരികൾക്കും തലവേദനയായി മാറിയിരിക്കുകയാണ്. രാവിലെ കടകളിൽ വ്യാപാരത്തിനായി എത്തിക്കുന്ന പാൽ എടുത്തുകൊണ്ടുപോവുകയും കൂടാതെ പഴവർഗ്ഗങ്ങളും കൊണ്ടുപോകും. വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും ഹോട്ടലുകളിലും കയറി ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടൊപ്പം ടൗണിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെയും ആക്രമിക്കാൻ ശ്രമിക്കാറുണ്ട്. നടുറോട്ടിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കും. ഇതുകൂടാതെ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കാക്കി വസ്ത്രവും എടുത്തുകൊണ്ടുപോവുകയാണ്. ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് വ്യാപാരികളും നാട്ടുകാരും ഇയാളെ ഏതെങ്കിലും മാനസിക ആരോഗ്യ കേന്ദ്രത്തിലോട്ടോ മറ്റോ മാറ്റണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു മാസക്കാലത്തിൽ കൂടുതലായിട്ട് വണ്ടിപ്പെരിയാർ ടൗണിൽ ഒരു മാനസിക അഴിഞ്ഞിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരനാണ്. അവൻ എവിടെ നിന്ന് വന്നതാണെന്ന് ഒന്നും ആർക്കും അറിയിക്കുന്നില്ല. അവൻ ചില സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലാത്ത പക്ഷം അവൻ വൈലൻ്റ് ആകുകയും കടകളിൽ കയറി സാധനങ്ങൾ ചോദിക്കുക, ഇല്ലാത്തവർ തല്ലിപ്പൊട്ടിക്കാൻ പോവുക, പാൽ കൊണ്ട് ആരെങ്കിലും ഇപ്പോൾ രാവിലെ കുടിക്കാനുള്ള പാൽ പഞ്ചായത്തിൽ അത് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതാണ്. കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഞാനും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇതുവരെ അതിനുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വൈലൻ്റായിട്ടുള്ള വിഷയങ്ങളാണ്. എല്ലാം സംഭവിച്ചു പോയി കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരോ പഞ്ചായത്തോ ഇടപെട്ടിട്ട് കാര്യമില്ല. ഇതിൽ അടിയന്തരമായിട്ടൊരു ഇടപെട്ട് അവനെ ഇവിടെ മാറ്റി ഇയാളെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും വിവരം അറിയിച്ചതാണ്. എന്നാൽ മാനസിക വൈകല്യമുള്ള ഈ വ്യക്തിയുടെ ശല്യം തുടരുകയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ടൗണിലെ പൂക്കച്ചവട കടയിൽ നിന്നും 500 രൂപയിലധികം വരുന്ന പൂക്കൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇയാളെ ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടി ഉണ്ടാവണം എന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.